ഇന്ന് വായനാ ദിനമാണല്ലോ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ PN പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. എല്ലാ കാലത്തും മനുഷ്യന്റെ നവീകരണത്തിനും പ്രതിരോധത്തിനും കരുത്ത് പകരുന്നതിൽ വായനയുടെ പ്രാധാന്യം വലുതാണ്. വായനാ ദിനവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ഒരു കഥയാണ് കാസർഗോഡ് നിന്ന് പറയാനുള്ളത്. മഞ്ചേശ്വരം ഉദ്വാവർ മാടയിലെ സുരേന്ദ്രൻ കോട്ടിയുടെ ചായക്കട വായനശാലയെക്കുറിച്ചാണ് ആ കഥ. ചായക്കടയിൽ ചെന്നാൽ എന്ത് കിട്ടും? ചായയും പലഹാരങ്ങളും എന്ന മറുപടിയുടെ കൂടെ പുസ്തകങ്ങളും എന്ന് തന്നെ ഉറപ്പിച്ച് പറയണം. കാസർഗോഡ് മഞ്ചേശ്വരം ഉദ്യാവർ മാടയിലെ സുരേന്ദ്രൻ കോട്ടിയാറിൻ്റെ കടയിൽ നിന്ന് നിങ്ങൾക്ക് സൗജന്യമായി ഏതുതരം പുസ്തകവും വായിക്കാം. ദേശീയപാതയോട് ചേർന്ന പ്രസിദ്ധമായ മഞ്ചേശ്വരം ഉദ്യാവർ മാട ക്ഷേത്രത്തിന് സമീപത്തെ ഒരു ചെറിയ ചായക്കട ഇന്ന് ദേശത്തിൻ്റെ കൂടെ അഭിമാനമാണ്. ചായക്കടയും ജ്യൂസ് സെൻ്ററും എല്ലാം ഒന്നിച്ചു പ്രവർത്തിക്കുന്ന സുരേന്ദ്രൻ കോട്ടിയാർ എന്ന 53-കാരൻ്റെ ഉപജീവനമാണിത്. എന്നാൽ കടയ്ക്കുള്ളിൽ തിങ്ങി നിരങ്ങി പുസ്തകങ്ങളുടെ ഷെൽഫുകൾ കടയിലെ കച്ചവട സാധനങ്ങളെപ്പോലും തള്ളി പുറത്താക്കിയിരിക്കുന്നു. വിവിധ ഭാഷയിലുള്ള ഈ പുസ്തകശേഖരം 10,000-വും കടന്നു കഴിഞ്ഞു. മലയാളവും കന്നഡയും ഇംഗ്ലീഷുമാണ് പ്രധാനമായുമുള്ളത്. അതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ മാത്രമല്ല സുരേന്ദ്രൻ കോട്ടിയാറിൻ്റെ കടയിലേക്ക് ആളുകൾ എത്തുന്നത് ഇഷ്ട പുസ്തകങ്ങൾ തേടിക്കൂടിയാണ്. ബുക്ക് അവർ വന്നിട്ട് അവർ ഇങ്ങനത്തെ ബുക്ക് ചോദിക്കുക. അപ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കുക, അതിൽ രജിസ്റ്റർ ചെയ്തു 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു തരും. ഫീസില്ല, അപ്പോൾ ഫീസെല്ലാം കാണിക്കാനില്ല. അങ്ങനെ പിന്നെ എൻ്റെ അമ്മന ഇതിൽ മെയിൻ ഒരു കാരണക്കരുത്ത അമ്മ. അയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അയാൾ സാലക്ക് പോയ മിനിസ്റ്റത്തില്ല. ഞാനും സാലക്ക് 8ാം ക്ലാസ്സിൽ പോയതാണ്. പോയ ഇതായിട്ടാണ് അമ്മക്ക് ഭയങ്കര ഇതാണ്. അതിന് ബുക്കെല്ലാം അമ്മനെ പീഡിയിൽ നിർത്തിയിട്ടാണ് ഞാൻ എല്ലായിടത്തും ബുക്ക് ചെയ്യുക. ഉത്സവത്തിന് പോയിട്ട് കണ്ണൂർ, ഉടുപ്പിയ, ബാംഗ്ലൂർ അവിടെയൊക്കെ പോയിട്ട് ഞാൻ ബുക്ക് എടുത്തുകൊണ്ട് വരും. ചായക്കടയുടെ അകത്ത് കയറിയ ആരും ആദ്യം അമ്പരന്ന് പോകും. അത്രയേറെ പുസ്തകങ്ങൾ, ശാസ്ത്രം, ജീവചരിത്രങ്ങൾ, ആത്മകഥകൾ, തത്വശാസ്ത്ര കൃതികൾ, ഫോക്ലോർ ഗ്രന്ഥങ്ങൾ, ചെറുകഥകൾ, നോവലുകൾ, യാത്രാവിവരണങ്ങൾ, പുരാണ കഥകൾ തുടങ്ങി ഒരു A ഗ്രേഡ് ലൈബ്രറിയെ വെല്ലുന്ന രീതിയിലാണ് സുരേന്ദ്രൻ്റെ പുസ്തകശേഖരം. കച്ചവടത്തിൽ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനത്തിൽ ചെലവുകൾ കഴിഞ്ഞുള്ള ബാക്കി തുക പുതിയ പുസ്തകങ്ങൾ വാങ്ങാനാണ് സുരേന്ദ്രൻ ചെലവഴിക്കുന്നത്. മറ്റൊരു സമ്പാദ്യവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് സുരേന്ദ്രൻ്റെ പറച്ചിൽ. കടയിലെ പുസ്തകങ്ങൾ വായിക്കാൻ ആരുടെയും പ്രത്യേക അനുമതിയും ഇവിടെ ആവശ്യമില്ല. സ്വതന്ത്രമായി പുസ്തകങ്ങൾ എടുത്ത് വായിക്കാം. ഔദ്യോഗിക പരിവേഷമില്ലാത്ത ഇത്തരം വായനശാല പ്രവർത്തകരാണ് ഭാവിയിലെ വായനയെ മൂല്യവത്താക്കുന്നത്. ചില മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് നമ്മെ നിരന്തരം കൗതുകപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. തൻ്റെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ 10,000-കണക്കിന് പുസ്തകങ്ങൾ വാങ്ങി നിറച്ച് വായനക്കാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന സുരേന്ദ്രൻ കോട്ടിയാനെ പോലുള്ള മനുഷ്യരിലാണ് നമ്മളെ നാളത്തെ പ്രതീക്ഷ. കാസർഗോഡ് ഉദ്യാവർ മാടയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജെറിൻ കാട്ടൂരിനോടൊപ്പം രതീഷ് വാസ്തവൻ, ന്യൂസ് മലയാളം.